നീയൻ അരികിൽ വന്നു ഉള്ളം തരളിതമായി കാതിൽ തിരുമൊഴി കേട്ടു നീയൻ പൈതലല്ലേ ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു നാവിൽ എന്നീശോതൻ നാമം കാതിൽ എന്നീശോതൻ നാദം. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തിരുസഭ ഇന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തിരുനാള് കൊണ്ടാടുമ്പോൾ യൗസേപ്പിൽ വിളങ്ങിയിരുന്ന പുണ്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വീകരിക്കുവാനും യൗസേപ്പ് പിതാവിന്റെ മധ്യസ്ഥത വഴി അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, മറ്റേതൊരു വിശുദ്ധരെക്കാളും യൗസേപ്പ് പിതാവിന്റെ ജീവിതം കൂടുതൽ ശ്രേഷ്ഠമാണ്. കാരണം ദൈവ വചനത്തെ പരിരക്ഷിക്കുകയും ആ വചനത്തോടൊത്ത് ജീവിക്കുകയും അധ്വാനിക്കുകയും ആ വചനത്തിന്റെ പരിരക്ഷയിൽ മരിക്കുകയും ചെയ്തവനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. ഈശോയെ പരിരക്ഷിച്ചു, ഈശോയോടൊത്ത് വസിച്ചു, ഈശോയ്ക്ക് വേണ്ടി അധ്വാനിച്ചു, ഈശോയുടെ പരിരക്ഷ ഏറ്റുവാങ്ങി മരിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യവും ഇതുതന്നെയാണ്. ദൈവവചനമാകുന്ന ഈശോയെ പരിരക്ഷിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈശോയെ പരിരക്ഷിക്കുക? നമ്മുടെ ജീവിതത്തിലൂടെ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈശോയെ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് മാതൃകകളായിട്ട് നൽകുവാനായിട്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലൂടെയും ഈശോയെ പകർന്നു നൽകുവാനായിട്ട്, ഈശോയുടെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോയെ പരിരക്ഷിക്കുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുകയാണ്. ഈ ലോകത്തിനു മുമ്പിൽ ഈശോയെ അവതരിപ്പിക്കുക, ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുക. വീണ്ടും ഈശോയോടൊത്ത് വസിക്കണം നമ്മൾ ഓരോരുത്തരും. ഈശോയെ ഈ ലോകത്തിനു മുൻപിൽ നമ്മൾ ഓരോരുത്തരും കൊടുക്കണമെങ്കിൽ ഈശോയോടൊത്ത് വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. യൗസേപ്പ് പിതാവ് ഈശോയോടൊത്ത് വസിച്ചതുപോലെ നമുക്കും ഈശോയോടൊത്ത് വസിക്കാം. ഈശോയുടെ വചനത്തെ പാലിച്ചുകൊണ്ട്, ഈശോ പകർന്നു നൽകിയിരിക്കുന്ന വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഈശോയോടൊപ്പം വസിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വീണ്ടും ഈശോയ്ക്ക് വേണ്ടി വിശുദ്ധ യൗസേപ്പ് പിതാവ് അധ്വാനിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനായിട്ട്, ഞാൻ അധ്വാനിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ, അതുപോലെ ഈ ലോകത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അത് ഈശോയ്ക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവരായിട്ട് നമ്മൾ മാറുകയാണ്. അപ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, നമ്മുടെ മരണസമയത്ത് ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരിക്കും. യൗസേപ്പിലൂടെ നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കേണ്ട വലിയ പുണ്യവും ഇതുതന്നെയാണ്. ഈശോയെ പരിരക്ഷിക്കുക, ഈശോയോടൊത്ത് വസിക്കുക, ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കുക. അപ്പോൾ നമ്മുടെ മരണസമയത്ത് ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരിക്കും. യൗസേപ്പ് പിതാവിന്റെ മധ്യസ്ഥത നമുക്ക് അപേക്ഷിക്കാം. കരങ്ങളൊക്കെ യാചനയോടെ പിടിച്ചുകൊണ്ട്, വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങ് ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ തന്നെ ഈശോയോടൊത്ത് വസിക്കുവാനും ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനും ഈശോയെ പരിരക്ഷിക്കുവാനും അവസാനം ഈശോ ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുവാനുമുള്ള വലിയ കൃപ ഞങ്ങൾക്ക് വേണ്ടി ഈശോയിൽ നിന്ന് വാങ്ങിത്തരണമേ എന്ന് അപേക്ഷിച്ച് യേശു പിതാവിനോടൊത്ത് ഈശോയെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. കർത്താവായ ഈശോയെ, വിശുദ്ധ യൗസേപ്പിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. യൗസേപ്പ് നാമധാരികളായിട്ടുള്ള എല്ലാവരുടെയും ജീവിതത്തിലേക്ക് വലിയ കൃപകൾ ഒഴുക്കണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും യൗസേപ്പ് പിതാവിലൂടെ അങ്ങ് അനുഗ്രഹിക്കണമേ.
ഇവരുടെ ജീവിതത്തിലേക്ക് വലിയ കൃപകളും അനുഗ്രഹങ്ങളും വർഷിക്കണമേ. നിന്റെ ശക്തി ഇവരിലേക്ക് ഒഴുകണമേ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ ആരാധന. ഹാലലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.